നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓൺ വോയിസ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 2-3 വീഡിയോ, 3 ഒരു 4 വീഡിയോസോളം ഏകദേശം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 1 മിനിറ്റിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ മറ്റേ ഓഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ FBയിലേക്ക് പോകണോ എന്നിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുള്ളൂ. FBയിൽ പോയതിന് ശേഷം ഈ സാധനം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ബാക്കിയുള്ള ആളുടെ വീഡിയോ കാണും, ലൈക്ക് ചെയ്യും, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് FBയിൽ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് മ്യൂട്ടായിട്ടാണ് കിടക്കുന്നത്. 4 വീഡിയോസും ഞാനപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഗാലറി പോയിട്ട് നമ്മൾ ആ വലിയ ഫയലൊക്കെ ആകുമ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും, അടുത്തത് എടുക്കണ്ടേ. അപ്പോൾ അത്ര കപ്പാസിറ്റിയാണ് നമ്മുടെ മൊബൈലിനുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി വരച്ച പടങ്ങളേ ഉള്ളൂ. വരയ്ക്കുന്ന പടത്തിൻ്റെ ഈ ഫയൽ മൊബൈലിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിന് ശേഷമാണ് ഈ മ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് FBയിൽ കാണിച്ചത്. അപ്പോൾ 3 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓഡിയോ കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്നുള്ളതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. എനിക്കറിയില്ല. അതുപോലെ അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴും യൂട്യൂബിൽ 1 മിനിറ്റ് ഓഡിയോ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനതുപോലെ ChatGPTയിൽ പോയിട്ട് ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് ഓഡിയോ കിട്ടാൻ വല്ല മാർഗമുണ്ടോ, അല്ലെങ്കിൽ കോപ്പിറൈറ്റിങ് ഇഷ്യൂ ഇല്ലാത്ത വല്ലതും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണത് നമ്മൾ ഓൺ വോയിസ് ചെയ്താൽ മതി, ഓൺ വോയിസാണ് ഏറ്റവും ബെറ്റർ, മറ്റുള്ളതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓൺ വോയിസ് ചെയ്ത് നോക്കാം. എൻ്റെ ശബ്ദം എങ്ങനെയാണെന്നോ എങ്ങനെ ഉണ്ടായിരിക്കും കേൾക്കുന്നതെന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഡ്രോയിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം വെച്ചാൽ ഡ്രോയിങ് ഞാനിപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാനും കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ വരയ്ക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വരച്ച് നമ്മളെപ്പോലെ തന്നെ വരച്ച് വരിക, പഠിക്കുക. ഒരുപാട് വീഡിയോസ് ഇവിടെ കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്യൂട്ടോറിയൽ കാര്യങ്ങളൊന്നും പോവാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് അധികം പൈസ ചിലവില്ലാണ്ട് പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളായി മാറി. പിന്നെ നമ്മൾ വരയ്ക്കുന്നത് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഒന്ന് പറയുക, ഒരു ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മളൊരു തുടക്കക്കാരനാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ മൊത്തത്തിലുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.